ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകും. അപ്പോൾ കേസ് നമുക്ക് ഉമ്മച്ചി വാങ്ങിച്ച് ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള ബാക്ക് പാക്കിംഗ് കണ്ടത് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് പാക്കിംഗ് കണ്ടപ്പോഴത്തേക്കും പിള്ളേരെല്ലാവരും ഓടി കൂടിയിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഇതേപോലെ പെട്ടി പൊട്ടിക്കുന്നത് ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാവരും കൂടി റൂമിൽ കൂടിയിട്ട് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഇവർ ഹജ്ജ് കമ്മിറ്റി വഴിയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. പാത്രങ്ങളും അതുപോലെ തന്നെ ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ കൊണ്ടുപോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വെയിറ്റ് പറയുന്നത് ഒരാൾക്ക് പെർ പേഴ്സൺ 40 kg ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാണ്ട് കയ്യിൽ ഹാൻഡായിട്ട് അവർക്ക് 7 kg കൂടി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മളിത് ബാക്ക് പാക്കിങ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് 2 ട്രോളി ബാഗ് നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായില്ല. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ട്രോളി ബാഗ് നമ്മളിത് അന്ന് ലുലുന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ വേറൊരു ബാഗ് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ഒരുവിധം കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെ സമയത്ത് എല്ലാം ഒരുമിച്ച് അവിടെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാനുള്ള അത്യാവശ്യം നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങിൻ്റെ ഇടയിൽ ഇതേ 2 ചെറുതുകളും കൂടി എന്തൊക്കെയോ കാര്യമായിട്ട് അവിടെ പണി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ബബിൾസിൻ്റെ ഇത് പൊട്ടിക്കണമെന്നാണ് തോന്നണത്. പിന്നെ അത് നമ്മൾ പാക്കിങ് മൊത്തം ചെയ്ത് ഇക്കാക്കന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭദ്രമായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് മുജിക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായി ഓരോന്നും ഒരു ബോക്സിലേതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് അത്യാവശ്യം നമുക്ക് മാസ്ക് ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ അത്യാവശ്യം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ.
എല്ലാവരും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് പാക്കിംഗ് ഒക്കെ ഇതേ പെട്ടെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതേ പണിയെടുത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ക്ഷീണം മാറ്റാനായിട്ട്. ഇതേ നമ്മൾ സ്പ്രൈറ്റ് വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇതേ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കാണുന്നത്. ഒരാൾക്ക് 7 പോയിക്കുന്നില്ല ഗൈസ്. ഇത് ബിസ്ക്കറ്റാണ് ഗൈസ്. 2 പ്രാവശ്യം എടുത്തു ഗൈസ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് വേണ്ട ഗൈസ്. പിശുക്കുന്നുണ്ടോ ഗൈസ്? എടുത്തോട്ടെ ഗൈസ്. ഫസ്റ്റ് എന്നാ ഇതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ജ്യൂസും കുടിക്കൂലേ, അതിനനുസരിച്ച് അമ്മ അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നുണ്ട്. അപ്പോൾ ഫുഡിന് നമുക്ക് ഉണ്ടായിരുന്ന നെയ്ച്ചോറ് ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കേൾക്കാണ്ട് ഉമ്മച്ചിയും ബ്രദറും ബ്രദറിൻ്റെ വൈഫും കുട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. നോർമലായിട്ട് നമ്മൾ ബെഡിലാണ് ശേഷം എല്ലാവരോടും ഒന്നിച്ച് കൂടിയിട്ടുണ്ടാകും. നമ്മൾ വീണ്ടും നിരത്താണ്. ഇത് ഒരു ഓക്കെ അപ്പൊ ചാച്ച ചാച്ചാ.